നമുക്കിനി കേരളത്തിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നായ കോഴിക്കോട് തളി ഗണപതി ക്ഷേത്രത്തിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. ഗോകുൽ കെ വേണുഗോപാൽ അവിടെ ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഗോകുൽ, നമസ്തേ. ക്ഷേത്രത്തിൽ തിരക്ക് തുടങ്ങിയോ? തയ്യാറായി നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു 45 മിനിറ്റ് കഴിഞ്ഞു. ക്ഷേത്രത്തിലെ തളി പാളയം മാർക്കറ്റിനോട് ചേർന്നിട്ടുള്ള തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നേരത്തെ പറഞ്ഞൊരു 5:45, 6 മണിയോടുകൂടി ഞങ്ങൾ ഇവിടെ എത്തിയാണ്. ആ സമയത്തൊന്നും വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെട്ടിരുന്നില്ല. എന്നാൽ ഓരോ നിമിഷം കഴിയും തോറും വിനായക ചതുർത്ഥി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഭക്തജനങ്ങൾ ഓരോ നിമിഷവും കൂടുതലായി വരുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ തെപ്പരഥോത്സവം എന്ന് പറയുന്നതാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത. കഴിഞ്ഞ 3-ാം തീയതി ആയിരുന്നു ഈ വിനായക ചതുർത്ഥിയായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൻ്റെ ആഘോഷ ചടങ്ങുകളൊക്കെ ആരംഭിച്ചത്. 3, 4, 5, 6, 7 5 ദിവസമായി നടക്കുന്ന ചടങ്ങുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത തെപ്പരഥോത്സവം എന്ന് പറയുന്നതാണ്. തെപ്പരഥോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഹാഗണപതി 5 ദിവസമായി പൂജിക്കും. അതിനുശേഷം ഈ മഹാഗണപതിയെ ഒരു വള്ളത്തിൽ എടുത്തിട്ട് ദീപാലങ്കൃതമായിട്ടുള്ള ഒരു വള്ളത്തിൽ എടുത്തിട്ട് ഇതിന് നമുക്ക് തൊട്ട് സമീപത്തൊരു കുളം കാണാൻ വേണ്ടി സാധിക്കും. ഈ കുളത്തിന് ചുറ്റും 3 തവണ വലം വെക്കും. മറ്റ് ഗണപതി ക്ഷേത്രങ്ങളിലൊക്കെ അല്ലെങ്കിൽ വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട് കാണുന്ന ക്ഷേത്രങ്ങളിലൊക്കെ ഗണപതി വിഗ്രഹം നിമഞ്ജനം ചെയ്യുന്നതാണെങ്കിൽ ഇവിടെ അതിന് വിഭിന്നമായിട്ടുള്ള ഒരു രീതിയാണ് കണ്ടുവരുന്നത്. നൂറ്റാണ്ടുകളായിട്ട് ഇത്തരത്തിലുള്ള ചടങ്ങുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രത്യക്ഷ ഗണപതി പൂജ ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷതയാണ്. ഇത്തരത്തിൽ ഈ ഗണപതിയുടെ വിഗ്രഹത്തെ പൂജിക്കുന്നതോടൊപ്പം തന്നെ ആനയെ ഗജവീരൻ ഒരു 8 മണിയോടൊക്കെ കൂടുമ്പോൾ ഇവിടെ തന്നെ എത്തും, ഇങ്ങോട്ടേക്ക് എത്തിക്കും. ഇപ്പോൾ ഗജവീരൻ പുറത്താണുള്ളത്, ക്ഷേത്രത്തിന്റെ പുറത്തുണ്ട്. ഒരു അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒരു സമാപന ചടങ്ങിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ഈ ഗജവീരനെ ക്ഷേത്രത്തിനകത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം പ്രത്യക്ഷ ഗണപതി പൂജ എന്ന് പറഞ്ഞിട്ട് ഈ ആനയെ പൂജിക്കുന്ന ഒരു ചടങ്ങും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. സാധു എന്ന് പറയുന്ന ഗജവീരൻ ക്ഷേത്രത്തിന് പുറത്തുണ്ട്. ഒരു 8 മണിയോട് കൂടിയിട്ടാണെങ്കിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി കാണിക്കാൻ സാധിക്കുമായിരുന്നു. ഗജവീരനെ കുറച്ച് സമയം കഴിഞ്ഞാൽ തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. അതോടൊപ്പം തന്നെ അഷ്ടദ്രവ്യ ഗണപതി പൂജ കഴിഞ്ഞ 3 ദിവസമായിട്ട് 3-ാം തീയതി ആയിരുന്നു വിനായക ചതുർത്ഥിയോടനുബന്ധിച്ചിട്ടുള്ള ചടങ്ങുകൾ ഇവിടെ ആരംഭിച്ചത്. അന്ന് തൊട്ട് ഈ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടക്കുന്നുണ്ട്. അത് ഇന്നും നടക്കും. ഇതിന് ശേഷം ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും ഇതിന്റെ പ്രസാദമൊക്കെ ഈ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്ത് കൊടുക്കുന്നുണ്ടാവുക. ഇത്തരത്തിലുള്ള ചടങ്ങുകൾക്കൊക്കെ ശേഷമായിരിക്കും ഈ തെപ്പരഥോത്സവം എന്ന് പറയുന്ന, എനിക്കറിയില്ല ഈ മറ്റു ഭാഗങ്ങളിലേക്കൊന്നും അങ്ങനെ ഉണ്ട് എന്ന് തോന്നുന്നില്ല. അവിടെയൊക്കെ വിഗ്രഹം നിമഞ്ജനം ചെയ്യുന്ന ചടങ്ങുകളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കണ്ണൂർ ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാലും നിമഞ്ജനം ചെയ്യുന്ന ചടങ്ങുകൾ തന്നെയാണ് അവിടെ ഉണ്ടാവുക. പക്ഷേ ഇവിടെ മാത്രമാണ് അത്തരത്തിലൊരു പ്രത്യേകതയുള്ളത്. തെപ്പരഥോത്സവം അത് കാണാൻ തന്നെ വലിയ നല്ല വർണ്ണാഭമായിട്ട് ക്ഷേത്രവും പരിസരവും ഒക്കെ അലങ്കരിച്ച് ഈ വർണ്ണാഭമായ ഒരു വള്ളത്തിലേക്ക് മഹാഗണപതിയുടെ വിഗ്രഹം ഇരുത്തി ഇതിന് 3 തവണ, ഇവിടെ സമീപത്ത് ഒരു കുളമാണുള്ളത്, തളി ക്ഷേത്രത്തോട് ചേർന്നിട്ടുള്ള കുളമാണ്. ആ കുളത്തിൽ 3 തവണ ചുറ്റും നാദസ്വരത്തിൻ്റെ ഒക്കെ അകമ്പടിയോട് കൂടിയിട്ട് ചുറ്റുന്നത് കാണാൻ തന്നെ 100 കണക്കിന് ഭക്തജനങ്ങൾ വരികയും വീക്ഷിക്കുകയും ചെയ്യും. പതിറ്റാണ്ടുകളായിട്ട് നടക്കുന്ന ഒരു ചടങ്ങ് തന്നെയാണ്. ശേഷം ഈ ഗണപതിയെ തിരിച്ച് ക്ഷേത്രത്തിനകത്തേക്ക് തന്നെ കൊണ്ടുവരും. നമുക്കെന്തായാലും ക്ഷേത്രത്തിൻ്റെ ചെയർമാനായിട്ടുള്ള ഭാരവാഹിയായിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. നമുക്ക് ക്ഷേത്രത്തിൻ്റെ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് ചോദിക്കാം. ഈ തെപ്പരഥോത്സവം എന്ന് പറയുന്നത് മറ്റു ക്ഷേത്രങ്ങളൊക്കെ ഗണപതി ഹോമം ഗണപതി നിമഞ്ജനം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഇത് ഒരു പ്രത്യേകതയാണ്, അതെന്താ? നമ്മളിവിടെ 2001 വെച്ച സ്വർണ്ണപ്രശ്ന പ്രകാരം ഗണപതിയെ നിമഞ്ജനം ചെയ്യേണ്ട ആവശ്യമില്ല. ഗണപതിയുടെ നിത്യാരാധനയായിട്ട് നമ്മൾ തെപ്പരഥത്തിന് ഉപയോഗിക്കുന്ന രാജഗണപതി വിഗ്രഹം ഇവിടെ നിത്യാരാധനയായിട്ട് വയ്ക്കാനാണ് പ്രശ്നവിധി. അന്ന് മുതൽ നമ്മൾ നിമഞ്ജനം ചെയ്യുന്നില്ല. 2001 മുതൽ നമ്മൾ നിമഞ്ജനം ചെയ്യുന്നില്ല. മുമ്പ് ചെയ്യാറുണ്ടായിരുന്നു. മുമ്പ് അതിന് മുന്നേ കുറച്ച് കൊല്ലങ്ങളിൽ ചെയ്യാണ്ടായിരുന്നു. ഇത്തരത്തിൽ ഈ തെപ്പരഥോത്സവം പോലുള്ള നിമഞ്ജനം ചെയ്യാതെയുള്ള ചടങ്ങുകൾ നടക്കുന്ന ക്ഷേത്രങ്ങൾ കേരളത്തിൽ മറ്റേതെങ്കിലും ഉണ്ടോ? എൻ്റെ അറിവിൽ മലബാറിലൊന്നുമില്ല. ഇത്ര വിപുലമായിട്ടും ഇത്ര 5 ദിവസം വിനായക ചതുർത്ഥി ഉത്സവമായിട്ട് നടത്തുന്ന ക്ഷേത്രങ്ങൾ മലബാറിൽ ഇല്ല. വിനായക ഗണപതി ആരാധനയിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള ദിവസമാണ് ഈ വിനായക ചതുർത്ഥി എന്ന് പറയുന്നത്. അതായത് ഭാദ്രപദ മാസത്തിലെ കർത്തവാവിന് ശേഷം വരുന്ന ചതുർത്ഥി ദിവസം ഭഗവാന്റെ അവതാര ദിവസമായിട്ട് കണക്കാക്കുന്ന ദിവസമാണ്. അതിൻ്റെ മുന്നേ 5 ദിവസം, വാവ് ദിവസം മുതൽ 5 ദിവസം ആയിട്ടാണ് ഈ ക്ഷേത്രത്തിൽ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ ആരാധിച്ചു വരുന്നത് വിനായക ചതുർത്ഥി ഉത്സവം. അതിൽ ഇപ്പോൾ പറഞ്ഞ പോലെ അവസാനം വരുന്ന ചടങ്ങാണ് ഈ തെപ്പരോത്സവം. അതിന് മുന്നേ ഇന്ന് രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏകദേശം 10,000-ഓളം ഭക്തജനങ്ങൾ പങ്കുചേർന്നിട്ടുണ്ടെന്ന് അവർക്ക് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗണപതി ഹോമമാണ്. അത് കഴിഞ്ഞ ഉടനെ ബാക്കിയുള്ള ക്ഷേത്രങ്ങളിൽ പ്രത്യക്ഷ ഗണപതി ഹോമം എന്ന് പറയുന്ന, ഇവിടെ നമ്മൾ ഗജപൂജ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അത് ഭഗവാനെ ആനയിൽ
സങ്കല്പിച്ച് അതിൽ ആവാഹിച്ച് നമ്മൾ ഇവിടെ നേരിട്ട് ഭഗവാന് പൂജ ചെയ്യുന്ന ചടങ്ങാണ്. ആ പൂജ ചടങ്ങ് കഴിഞ്ഞ ഉടനെ ഇവിടെ ഇതിൻ്റെ ഗണപതി ഹോമത്തിന് ദീപാരാധന നടക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് മഹന്യാസപൂർവ്വം, അതായത് ഭഗവാന്റെ എല്ലാ ന്യാസങ്ങളും ചെയ്തുകൊണ്ട് ഇവിടെ ഒരു പൂർണ്ണാഭിഷേകമുണ്ട്. ഭഗവാൻ മഹാഗണപതിക്കും ബാലസുബ്രഹ്മണ്യ സ്വാമിക്കും പൂർണ്ണാഭിഷേകമുണ്ട്. 11 ദ്രവ്യങ്ങളോട് കൂടിയിട്ടുള്ള അഭിഷേകമാണ്. ആ അഭിഷേകം കഴിയുമ്പോഴേക്കും 11:30 മണിയാവും. അത് കഴിഞ്ഞ് അലങ്കാര പൂജ 12:30 മണിയോടുകൂടി ദീപാരാധനയാവും. അത് കഴിഞ്ഞ് വൈകുന്നേരം 5 മണിക്ക് നട തുറക്കുന്നതായിരിക്കും. വൈകുന്നേരം 5 മണി നട തുറന്നാൽ ദീപാരാധന കഴിഞ്ഞ ഉടനെ ക്രമാർച്ചന എന്ന് പറഞ്ഞാൽ, അതായത് രുദ്രം ചമകം എന്നുള്ള സൂക്തങ്ങൾ, യജുർവേദത്തിലുള്ള സൂക്തങ്ങൾ ക്രമ പദ്ധതിയിൽ ജപിക്കുന്ന പദ്ധതിയാണ്. അത് ഏകദേശം 1 മണിക്കൂറോളാവും. അത് കഴിഞ്ഞ് പലതരമുള്ള ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വേദപാരായണങ്ങളുണ്ടാവും, സൂക്തപാരായണങ്ങളുണ്ടാവും, സ്തോത്രപാരായണങ്ങളുണ്ടാവും. അത് ഏകദേശം 1 മണിക്കൂറാവും. 9:30 മണിയോട് കൂടിയിട്ട് ഭഗവാൻ തെപ്പത്തിലേക്ക് എഴുന്നള്ളും. തെപ്പത്തിൽ കയറ്റി കഴിഞ്ഞാൽ നമ്മൾ തളി ക്ഷേത്രത്തിൻ്റെ കുളത്തിൽ 3 വലം വെച്ച്, നാഗസ്വരത്തിൻ്റെ അക്കൗണ്ടിയോട് 3 വലം വെച്ച് തെപ്പരോത്സവം. അത് കഴിഞ്ഞ് ഭഗവാൻ അവിടുന്ന് ഇറങ്ങി മുഖമണ്ഡപത്തിൽ വന്നിരുന്നു കഴിഞ്ഞാൽ വിനായകചതുർത്ഥി തെപ്പരോത്സവം സമ്പൂർണ്ണമാകുന്നു. ഇത് തന്നെയാണ് വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് നടക്കുന്ന ഈ നാളുകളിൽ നടക്കുന്ന ഉത്സവങ്ങൾ തന്നെയാണ് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഉത്സവം. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം വിനായകചതുർത്ഥി തെപ്പരോത്സവമാണ്. മഹാഗണപതിയോടൊപ്പം ബാലസുബ്രഹ്മണ്യന്റെ പ്രതിഷ്ഠയും ഉണ്ട്. ബാലസുബ്രഹ്മണ്യവുമായി ബന്ധപ്പെട്ട സ്വാമിക്ക് നമ്മൾ നടത്തുന്ന വാർഷികോത്സവം പங்குനി ഉത്രം എന്ന് പറയും. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വരുന്ന പൗർണമി ദിനത്തിലാണ് ഈ പங்குനി ഉത്രം വരിക. ഉത്തര നക്ഷത്രത്തിലാണ് ഭഗവാന്റെ അവതാരം എന്നുള്ളൊരു സങ്കല്പമുണ്ട്. വള്ളി കല്യാണം നടന്നതും ഉത്തര നക്ഷത്രത്തിലാണെന്നുള്ള സങ്കല്പമുണ്ട്. ആ സങ്കല്പം വെച്ച് സുബ്രഹ്മണ്യ സ്വാമിക്ക് ഞങ്ങൾ നടത്തുന്ന വാർഷികോത്സവം പங்குനി ഉത്രത്തിൽ 3 ദിവസത്തെ ഉത്സവമാണ്. അതുകൂടാതെ പ്രതിഷ്ഠാനത്തിന് 7 ദിവസമായിട്ട് നമ്മൾ 2 ഭഗവാനും കൂടിയിട്ട് മേടമാസത്തിൽ ഒരു ഉത്സവം കൂടിയും. പ്രധാനപ്പെട്ട 3 ഉത്സവങ്ങളാണ് ക്ഷേത്രത്തിലുള്ളത്. വളരെ സന്തോഷപൂർവ്വം വിപുലമായ രീതിയിൽ ഭക്തി നിർഭരമായിട്ട് തന്നെയാണ് വിനായക ചതുർത്ഥിയെ ക്ഷേത്രത്തിലെ ഭാരവാഹികളും ഇവിടുത്തെ ഭക്തജനങ്ങളും ഈ പ്രദേശവാസികളൊക്കെ കൂടി സ്വീകരിച്ച് കൊണ്ടുവരുന്നത്. എന്തായാലും ക്ഷേത്രത്തിൻ്റെ അവസാന ഘട്ട ചടങ്ങുകളിലേക്ക്, വിനായക ചതുർത്ഥിയോടനുബന്ധിച്ചിട്ടുള്ള അവസാന ഘട്ട ചടങ്ങുകളിലേക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എത്തി നിൽക്കുകയാണ്. അഷ്ടദ്രവ്യ ഗണപതി ഹോമങ്ങളൊക്കെ ഏകദേശം 8 മണിയോടുകൂടി തന്നെ സമാപിക്കും. അതിനുശേഷം മറ്റു ചില വഴിപാടുകളും ചടങ്ങുകളും ഒക്കെ ഉണ്ടാകും. അന്നദാനം ഉൾപ്പെടെയുള്ള ചടങ്ങുകളുണ്ട്. അതിനൊക്കെ ശേഷമായിരിക്കും നടയടയ്ക്കും. നടയടച്ച ശേഷം 5 മണിയോട് കൂടിയിട്ട് നട തുറക്കും. പിന്നീടാണ് ഈ തെപ്പരദോത്സവം, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള ഈ ക്ഷേത്രത്തിൻ്റെ മാത്രം പ്രത്യേകതയായിട്ടുള്ള ഈ ഗണപതിയെ അലങ്കൃതമായിട്ടുള്ള തോണിയിലിരുത്തിയതിനു ശേഷം. ഗൂഗിൾ കുറച്ച് കൂടി മൈക്ക് അടുപ്പിച്ച് വെച്ച് സംസാരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായമുണ്ട്. ഗൂഗിൾ അതോടൊപ്പം തന്നെ ഈ 45 മിനിറ്റ് വെയിറ്റ് ചെയ്യിപ്പിച്ചു എന്നുള്ള ഒരു പരിഭവം അത് ഞങ്ങൾ പ്രത്യേകമായി നോട്ട് ചെയ്തു. പക്ഷെ ക്ഷേത്രത്തിലാണല്ലോ നിൽക്കുന്നത്, അത് കുഴപ്പമില്ല, ഇനിയും തുടരുക, ഇനിയും അവിടേക്ക് എത്തേണ്ടതുണ്ട്. 45 മിനിറ്റ് അല്ല, ഇനി അങ്ങോട്ട് മണിക്കൂറുകൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ടല്ലോ ഗൂഗിൾ. അത് പ്രശ്നമില്ല. ഇവിടെ നല്ലൊരു അന്തരീക്ഷമാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ വളരെ നിശബ്ദത, നല്ലൊരു ശാന്തമായ അന്തരീക്ഷം, പിന്നെ ഗണപതി ഹോമത്തിൻ്റെ ഒരു അന്തരീക്ഷം, ഈ ഗണപതി പൂജ, നവഗ്രഹങ്ങൾ, നാഗങ്ങൾ, ബാലസുബ്രഹ്മണ്യൻ, മഹാഗണപതി. കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗജവീരൻ വരും. അപ്പോൾ നല്ലൊരു അന്തരീക്ഷമാണ്. മറ്റ് സ്ഥലങ്ങളിൽ നമ്മളെ നിർത്തി വെയിറ്റ് ചെയ്യിപ്പിക്കുന്നതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒരു സന്തോഷവും സംതൃപ്തിയും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഇന്ന് വെയിറ്റ് ചെയ്യിപ്പിച്ചത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിൽ യാതൊരു വിഷമോ ദുഃഖമോ ഒന്നുമില്ല. ഇത് നവഗ്രഹങ്ങളുടെ സങ്കല്പമൊക്കെയുണ്ട്. വലിയ രീതിയിലുള്ള സങ്കല്പങ്ങളോട് കൂടിയിട്ട് തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ പതിറ്റാണ്ടുകളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ചടങ്ങുകളൊക്കെ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം 9 മണിയോട് കൂടിയിട്ടായിരിക്കും പൂർണ്ണമായിട്ടും ക്ഷേത്രത്തിലെ ചടങ്ങുകൾ തീരുക, അവസാനിക്കുക. തെപ്പരദോത്സവത്തിൻ്റെ അല്ലെങ്കിൽ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ചടങ്ങുകളൊക്കെ അവസാനിക്കുന്നുണ്ടാവുക. ശരി, വെയിറ്റ് ചെയ്യിപ്പിച്ചതിൽ ദുഃഖമില്ല, പക്ഷെ വെയിറ്റ് ചെയ്യിപ്പിച്ചു.